ആഫ്രിക്കൻ സവാനയുടെ നിശബ്ദതയിലൂടെ തുളച്ചു കയറുന്ന ഒരു കപടമായ ചിരി നിങ്ങൾക്ക് കേൾക്കാം. ആ ചിരിക്ക് തൊട്ടു പിന്നാലെ എല്ലുകൾ പൊടിയുന്ന ഒരു ശബ്ദവും കൂടെ കേൾക്കാൻ കഴിയും. അത് വേറൊന്നുമല്ല, ഹൈനകൾ അവരുടെ ഇരയെ ആഹാരമാക്കുന്ന ശബ്ദമാണ്. ഹൈനകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ പലർക്കും വെറുപ്പ് തോന്നും. കാരണം ഭ്രാന്ത് പിടിച്ചതുപോലെ ചിരിക്കുന്ന, സ്വന്തമായി വേട്ടയാടാതെ മറ്റ് ജീവികൾ വേട്ടയാടുന്നതിനെ മോഷ്ടിക്കുന്ന, ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടാതെ കൂട്ടമായി മാത്രം നേരിടുന്ന വെറും ഭീരുക്കളായ ജീവികളായിട്ടാണ് പൊതുവെ എല്ലാവരും ഹൈനകളെ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതിനേക്കാൾ ഉപരി വളരെ കൗതുകകരമായ ജീവികളാണ് ഹൈനകൾ. കഷ്ടപ്പാടിന്റെയും വെല്ലുവിളികളുടെയും ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഹൈനകൾ നിരന്തരം കടന്നുപോകുന്നത്. അതൊക്കെ എന്താണെന്നും ഹൈനകളുടെ രസകരമായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഹൈനകളെ കാണാൻ പ്രത്യക്ഷത്തിൽ നായകളെ പോലെ തോന്നും. അതുപോലെ ഹൈനയെ മലയാളത്തിൽ കഴുതപ്പുലി എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇവ പൂച്ചവർഗമാണെന്ന് തോന്നും. എന്നാൽ ഹൈനകൾ ശരിക്കും പൂച്ചവർഗവുമല്ല, നായവർഗവുമല്ല. മറിച്ച് അവ ഹൈനിഡെ എന്ന പ്രത്യേകം ഒരു ഫാമിലിയാണ്. ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുൻപ് യൂറേഷ്യയിലാണ് ഹൈനകൾ ആദ്യമായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. വൈവിധ്യമായ രീതിയിൽ ഹൈനകൾ പരിണമിച്ചിരുന്നു. അതുകൊണ്ട് പണ്ട് പല വർഗം ഹൈനകളും ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം ഹൈന വർഗങ്ങൾക്കും വംശനാശം സംഭവിച്ചു പോയി. ഇന്ന് ഹൈനിഡെ കുടുംബത്തിൽ ആകെ 4 വർഗം ഹൈനകൾ മാത്രമേയുള്ളൂ: സ്പോട്ടഡ്, സ്ട്രൈപ്ഡ്, ബ്രൗൺ, പിന്നെ ആഡ്വോൾഫ്. ഇതിൽ സ്പോട്ടഡ് ഹൈനകളാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വർഗം. ഒരുപക്ഷെ സിനിമകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഇതിനെയായിരിക്കും. പേര് പോലെ തന്നെ ഇതിന്റെ രോമത്തിൽ ധാരാളം കറുത്ത പുള്ളികളുണ്ട്. മരുഭൂമികളിലും മഴക്കാടിലും ഒഴികെ ആഫ്രിക്കയുടെ ബാക്കി എല്ലാ ഇടങ്ങളിലും സ്പോട്ടഡ് ഹൈനകളെ കാണാം. ഹൈനകളിൽ വെച്ച് ഏറ്റവും വലിയ വർഗം സ്പോട്ടഡ് ഹൈനകളാണ്. പെൺ സ്പോട്ടഡ് ഹൈനകൾക്കാണ് പൊതുവെ വലിപ്പവും ഭാരവും കൂടുതലുള്ളത്. 55 കിലോഗ്രാം വരെയാണ് ആൺ സ്പോട്ടഡ് ഹൈനകളുടെ ശരാശരി ഭാരം. എന്നാൽ ഫീമെയിൽസ് സാധാരണ 64 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാറുണ്ട്. ഇവയ്ക്ക് ഏതാണ്ട് 3 അടിയോളം വരെ ഉയരവും ഉണ്ടായിരിക്കും. ഇവയുടെ രോമം മറ്റ് ഹൈനകളെ അപേക്ഷിച്ച് നീളം കുറവാണ്. ലിയോ സിനിമയിൽ ഒരു സ്പോട്ടഡ് ഹൈനയെയാണ് കാണിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്പോട്ടഡ് ഹൈനകൾ വനത്തിലാകെ ആഫ്രിക്കയിൽ മാത്രമേയുള്ളൂ. ഇന്ത്യയിലും മറ്റ് സൗത്ത് ഏഷ്യൻ സ്ഥലങ്ങളിലുമൊക്കെ കാണപ്പെടുന്നത് സ്ട്രൈപ്ഡ് ഹൈനകളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയുടെ രോമം മുഴുവൻ കറുത്ത വരകൾ നിറഞ്ഞതാണ്. ആഫ്രിക്കയ്ക്ക് പുറത്ത് മിഡിൽ ഈസ്റ്റിലും സെൻട്രൽ ഏഷ്യയിലും ഇന്ത്യയിലുമൊക്കെ ഇത് ജീവിക്കുന്നുണ്ട്. മെയിൽ സ്ട്രൈപ്ഡ് ഹൈനകൾ 55 കിലോഗ്രാമോളം ഭാരവും 2.5 അടിയിൽ കൂടുതൽ ഉയരവും വയ്ക്കും. ഫീമെയിൽസ് പൊതുവെ മെയിൽസിനേക്കാൾ ഏതാനും ചില കിലോഗ്രാം ഭാരം കുറവായിരിക്കുമെന്നല്ലാതെ വലിയ വലിപ്പ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ഇവയ്ക്ക് നീളം കൂടിയ രോമവും ഉണ്ടായിരിക്കും. അതുപോലെ കേസരവും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ വർഗമായ ബ്രൗൺ ഹൈനകളെ ആകെ സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ വനത്തിൽ കാണാൻ കഴിയുകയുള്ളൂ. ഇവയുടെ കാലുകളിൽ ചെറിയ പുള്ളികളുണ്ട്. പക്ഷേ ശരീരത്തിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. ശരീരം മുഴുവൻ ബ്രൗൺ നിറത്തിലുള്ള വളരെ നീളം കൂടിയ രോമം കൊണ്ട് നിറഞ്ഞതാണ്. വലിപ്പത്തിൽ ഇവ ഏകദേശം സ്ട്രൈപ്ഡ് ഹൈനകളെ പോലെ തന്നെ. പക്ഷേ ഭാരം കുറച്ചുകൂടെ കുറവാണ്. മെയിൽ ബ്രൗൺ ഹൈനകൾ ഏകദേശം 45 കിലോഗ്രാം വരെ ഭാരം വയ്ക്കും. അവയേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരിക്കും ഫീമെയിലുകൾ. മറ്റ് ജീവികൾ ഇതിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവ പുറത്തുള്ള നീളം കൂടിയ രോമത്തിനെയും കേസരത്തിനെയും പെട്ടെന്ന് ഉയർത്തിവെക്കും. അപ്പോൾ ഇതിന്റെ വലിപ്പം ഇരട്ടിയായതുപോലെ തോന്നും. അത് കാണുമ്പോൾ ആക്രമിക്കാൻ വരുന്ന ജീവി തീർച്ചയായും ഒന്ന് പേടിക്കും. അങ്ങനെ പേടിപ്പിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവസാനത്തേത് ആഡ്വോൾഫ്. ഇതിന്റെ ശരീരത്തിലും കറുപ്പും വെള്ളയും നിറത്തിലുള്ള വരകളുണ്ട്, അതായത് സ്ട്രൈപ്ഡ് ഹൈനകളെ പോലെ. പക്ഷെ ഇവയെ കാണാൻ കുറുനരിയുടെ രൂപമാണ്. എല്ലാ ഹൈനകളുടെയും രൂപം അവയുടെ പേര് പോലെയാണ്. എന്തായാലും മറ്റു 3 ഹൈനകളെക്കാൾ ആഡ്വോൾഫ് ശരിക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആഡ്വോൾഫ് ശരിക്കും ഹൈന വർഗമല്ല എന്നാണ് പണ്ട് കരുതിയിരുന്നത്. ആഡ്വോൾഫാണ് ഏറ്റവും ചെറിയ ഹൈന വർഗം. ഇവയ്ക്ക് ആകെ 1/2 മീറ്ററോളം ഉയരവും വെറും 15 കിലോഗ്രാം ഭാരവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മെയിൽസിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാണ് ഫീമെയിൽ ആഡ്വോൾഫുകൾ. ഇവയും വനത്തിലാകെ ആഫ്രിക്കയിൽ മാത്രമേയുള്ളൂ. ഹൈനകൾ വനത്തിലാണെങ്കിൽ 25 വർഷങ്ങളോളം വരെ ജീവിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ അത് കുറവാണെങ്കിലും പൂച്ചവർഗങ്ങളെയും നായവർഗങ്ങളെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 25 വർഷക്കാലം കൂടുതലാണ്.
ക്യാപ്റ്റിവിറ്റിയിലാണെങ്കിൽ ഒരു സ്പോട്ടഡ് ഹൈന 40 വർഷങ്ങൾ ജീവിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഹൈനകളുടെ കേൾവി ശക്തി ശരിക്കും പ്രശംസനീയമാണ്. കാരണം 3 കിലോമീറ്ററുകൾക്കകലെ നിൽക്കുന്ന ഒരു ജീവിയുടെ ശബ്ദം പോലും ഹൈനകൾക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ മണം പിടിക്കാനുള്ള കഴിവും ഗംഭീരമാണ്. 4 കിലോമീറ്ററുകൾക്കകലെയുള്ള ചത്ത മൃഗശരീരത്തിന്റെ ഗന്ധം പോലും ഇവയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കഴിവുകൾ ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ജീവി ഇര പിടിച്ചാൽ ഉടൻ തന്നെ അവിടെ ഹൈനകൾ ഓടിയെത്തുന്നത്. ഹൈനകൾ പൊതുവെ സ്കാവഞ്ചേഴ്സ് ആണെങ്കിലും അവ വളരെ മികച്ച വേട്ടക്കാരി കൂടെയാണ്. പക്ഷേ സ്പോട്ടഡ് ഹൈനകൾ ഒഴികെ ബാക്കി എല്ലാ വർഗം ഹൈനകളും സാധാരണ ഒറ്റയ്ക്കാണ് വേട്ടയാടുന്നത്. അതുമാത്രമല്ല അവയെല്ലാം സ്പോട്ടഡ് ഹൈനകളെ അപേക്ഷിച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ അവയെല്ലാം വളരെ ചെറിയ ജീവികളെ ആയിരിക്കും പിടികൂടുന്നത്. മറ്റ് പ്രഡറ്റേഴ്സ് ഒക്കെ സാധാരണ അവയുടെ വേഗത ഉപയോഗിച്ചായിരിക്കും വേട്ടയാടുന്നത്. അതായത് വളരെ വേഗത്തിൽ ഇരയെ തുരത്തിയോടിച്ച് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇരയെ പിടികൂടും. എന്നാൽ ഹൈനകൾക്ക് അത്രത്തോളം വേഗത്തിൽ ഓടാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോഴും അവയുടെ വേഗത തീരെ കുറവൊന്നുമല്ല. ഉദാഹരണത്തിന് സ്പോട്ടഡ് ഹൈനകൾക്ക് 65 km/h വേഗത്തിൽ വരെ ഓടാൻ കഴിയും. എന്നിരുന്നാലും വേട്ടയാടാൻ അത്രയും വേഗത മതിയാകില്ല. എന്തെന്നാൽ ഒരു മാൻകുട്ടിക്ക് പോലും ഇതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയും. പക്ഷേ വേഗത കുറവാണെങ്കിലും സ്റ്റാമിന വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ സ്റ്റാമിന ഉപയോഗിച്ചാണ് ഇത് വേട്ടയാടുന്നത്. അതായത് ഇരകളെ ഒരുപാട് ദൂരം ഓടിക്കും. ചിലപ്പോൾ പല കിലോമീറ്ററുകളോളം ദൂരം വരെ ഓടിക്കും. അവസാനം ഓടി ഇര തളരും. അങ്ങനെ ഇരയെ വന്ന് പിടികൂടും. കരയിലെ ഏറ്റവും കടിശക്തി കൂടിയ ജീവികളിൽ ഒന്നാണ് ഹൈനകൾ. ഇവയ്ക്ക് പിടിക്കുന്ന ഇരയുടെ എല്ലുകൾ വരെ ഉടയ്ക്കാനുള്ള കടിശക്തിയുണ്ട്. അതുകൊണ്ട് ഹൈനകൾ പിടിക്കുന്ന ഇരയെ പൂർണ്ണമായും കഴിക്കും. ഇരയുടെ എല്ലും തോലും കൊമ്പുകളും പല്ലും വരെ അകത്താക്കും. അവസാനം കുറച്ച് രക്തമല്ലാതെ പിന്നെ ഒന്നും തന്നെ ബാക്കി വെക്കാറില്ല. ഇവയുടെ വയറ്റിൽ അത്യധികം ശക്തിയുള്ള ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതിന് എല്ലുകൾ വരെ ദഹിപ്പിക്കാനുള്ള ശക്തിയുമുണ്ട്. ഹൈനകൾ പഴവർഗ്ഗങ്ങൾ കിട്ടിയാൽ അതും കഴിക്കും. അതുപോലെ ചെറിയ വണ്ടുകൾ, തവളകൾ, പുൽച്ചാടികൾ അങ്ങനെ എല്ലാം തന്നെ ഹൈനകളുടെ ആഹാരത്തിന്റെ ലിസ്റ്റിലുണ്ട്. ആഹാരത്തിന്റെ കാര്യത്തിൽ അവയ്ക്ക് യാതൊരു വേർതിരിവും മാറ്റി നിർത്തലും ഒന്നുമില്ല. ആട് വുൾഫ് ഹൈനകൾ മാത്രമാണ് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരേ ഒരു ഹൈനവർഗം. എന്തെന്നാൽ ഇവ ആകെ പ്രാണികളെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. അതിൽ ചിതലുകളാണ് ഏറ്റവും പ്രധാന ആഹാരം. ലക്ഷക്കണക്കിന് ചിതലുകളെ ആയിരിക്കും ഇതൊരൊറ്റ രാത്രി കൊണ്ട് ഭക്ഷിക്കുന്നത്. ചിതലുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആട് വുൾഫുകളും ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായി മാത്രമേ ആട് വുൾഫിനെ വനത്തിൽ കാണാൻ സാധിക്കൂ. ഈ പ്രാണികളെ അല്ലാതെ സാധാരണ ഇവ വലിയ ഇരകളെ പിടിക്കാറില്ല. വലിയ ഇരകളെ പിടിക്കാറില്ലെന്ന് മാത്രമല്ല ഇവ പൊതുവെ മാംസം ഭക്ഷിക്കുകയും ചെയ്യില്ല. സ്പോട്ടഡ് ഹൈനകളുടെ മറ്റൊരു പ്രത്യേകത എന്നത് ഇവയ്ക്ക് മാരകമായ പകർച്ചവ്യാധികൾ ഒന്നും തന്നെ ബാധിക്കാറില്ല. സിംഹങ്ങളും വൈൽഡ് ഡോഗ്സും പോലെയുള്ള മറ്റ് ജീവികളെല്ലാം പലപ്പോഴും ഇത്തരം രോഗങ്ങൾ വന്ന് അന്തരിച്ചു പോകാറുണ്ട്. എന്നാൽ സ്പോട്ടഡ് ഹൈനകൾക്ക് പൊതുവെ റാബീസ് പോലും പ്രശ്നമല്ല. കാരണം ഇവയുടെ ശരീരത്തിൽ അസുഖങ്ങളെ പ്രതിരോധിക്കുന്ന ആന്റിബോഡീസ് വലിയ അളവിലുണ്ട്. അതുമാത്രമല്ല വയറ്റിലെ തീവ്രമായ അസിഡിറ്റി കാരണം ഈ വൈറസുകളൊക്കെ അവയെ ഇൻഫെക്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വൈറസുകൾ വയറ്റിനുള്ളിൽ വെച്ച് ചത്തുപോവുകയും ചെയ്യും. മറ്റൊരു കാര്യം, ഇരയെ മൊത്തത്തിൽ കഴിക്കുന്നതിലൂടെ ഇത്തരം അസുഖങ്ങൾ പരക്കാതിരിക്കാൻ ഹൈനകൾ വലിയൊരു സഹായമാണ്. അതുപോലെ പലതരം ഇരകളെ ആഹാരമാക്കുന്നതിലൂടെ ഇവ ഇരകളുടെ പോപ്പുലേഷൻ വലിയ രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. ഹൈനകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പോപ്പുലേഷൻസ് ഒക്കെ ക്രമാതീതമായ രീതിയിൽ പെരുകുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഹൈനകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഹൈനകളിൽ വെച്ച് സ്പോട്ടഡ് ഹൈനകളാണ് ഏറ്റവും മികവുറ്റ വേട്ടക്കാര്. വൈകുന്നേരവും രാത്രി സമയങ്ങളിലുമാണ് പൊതുവെ ഇവ വേട്ടയാടുന്നത്. പൂച്ചയെപ്പോലെ ഇവയ്ക്കും രാത്രിയിൽ വളരെ തീവ്രമായ കാഴ്ചശക്തിയുണ്ട്. വലിയ കൂട്ടമായിട്ട് ചേർന്ന് വളരെ തന്ത്രപരമായിട്ടാണ് ഇവ പൊതുവെ വേട്ടയാടുന്നത്. അവയേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള ജീവികളെ പോലും സ്പോട്ടഡ് ഹൈനകൾ നിഷ്പ്രയാസം പിടിക്കാറുണ്ട്. പക്ഷെ ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ട് ചേർന്ന്. കൂട്ടത്തിലുള്ള ഹൈനകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ വലിയ ഇരകളെ ഇവ വേട്ടയാടും. മറ്റൊരു കാര്യം, ഇതിന്റെ കടിശക്തി ശരിക്കും മാരകമാണ്. ഇവയുടെ ഒരു കടിക്ക് 1100 PSI വരെ ശക്തിയുണ്ടായിരിക്കും. സിംഹങ്ങളുടെ കടിശക്തി പോലും അതിനേക്കാൾ കുറവാണെന്ന കാര്യം ഓർക്കണം. ഈ കടിശക്തിക്ക് പുറമെ പിടിക്കുന്ന ഇരയെ വളരെ വേഗം തിന്നു തീർക്കാനും കഴിയും. ഒരൊറ്റ സ്പോട്ടഡ് ഹൈനയ്ക്ക് ഒരു മുഴുവൻ മാനിനെ ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് മൊത്തം തിന്നു തീർക്കാൻ പറ്റും. അത്ര വേഗത്തിൽ തിന്നുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം ഇര പിടിച്ച് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ഇരയെ മോഷ്ടിക്കാൻ അവിടെ മറ്റ് പ്രഡറ്റേഴ്സ് എത്തും. അതിൽ ഹൈനകളുടെ പ്രധാനമായ ശത്രുക്കളാണ് സിംഹങ്ങൾ. സിംഹങ്ങളും ഹൈനകളും ഒരേ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് വേട്ടയാടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും വനത്തിൽ അവ തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടാറുണ്ട്. അതിൽ സ്പോട്ടഡ് ഹൈനകൾ മാത്രമാണ് സാധാരണ സിംഹങ്ങളുടെ ശത്രുക്കൾ. കാരണം മറ്റു വർഗം ഹൈനകളൊക്കെ വലിയ കൂട്ടമായിട്ട് ജീവിക്കുന്നവയായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്കൊന്നും സിംഹങ്ങളുമായിട്ട് ഏറ്റുമുട്ടാനുമാകില്ല.
സിംഹങ്ങൾ വന്നാൽ മറ്റു വർഗം ഹൈനകൾ പിടിച്ച ഇരയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പൊതുവെ ചെയ്യുന്നത്. സിംഹങ്ങളിൽ നിന്നും മാത്രമല്ല, അവ സ്പോട്ടഡ് ഹൈനകളിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ടതുണ്ട്. പക്ഷേ സ്പോട്ടഡ് ഹൈനകളാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇരയെ സിംഹങ്ങൾക്ക് വിട്ടുകൊടുക്കാറില്ല. അവ തീർച്ചയായും സിംഹങ്ങളെ തിരിച്ചാക്രമിക്കും. ഹൈനകളുടെ എണ്ണം കുറവാണെങ്കിൽ, 1-2 സിംഹങ്ങളാണെങ്കിൽ പോലും ഹൈനകൾക്കൊന്നും തന്നെ ചെയ്യാനാകില്ല. ഒരു കഷ്ണം കേക്ക് മുറിക്കുന്ന ലാഘവത്തോടെ സിംഹങ്ങൾ അവയെ വലിച്ചു കീറും. പക്ഷേ ഹൈനകൾ പൊതുവെ വലിയ കൂട്ടത്തോടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൈനകൾ സിംഹങ്ങളെ തുരത്തി ഓടിക്കുകയാണ് പതിവ്. സ്പോട്ടഡ് ഹൈനകൾ ഒഴികെ ബാക്കി 3 വർഗം ഹൈനകളും അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന ചെറിയൊരു കുടുംബമായിട്ടായിരിക്കും പൊതുവെ ജീവിക്കുന്നത്. എന്നാൽ സ്പോട്ടഡ് ഹൈനകൾ അത്യധികം സോഷ്യൽ ഇന്ററാക്ഷൻസ് ഉള്ള മൃഗങ്ങളാണ്. അതുകൊണ്ട് അവ എപ്പോഴും വളരെ വലിയ കൂട്ടമായിട്ടായിരിക്കും ജീവിക്കുന്നത്. അവയുടെ ഒരു കൂട്ടത്തിനെ ക്ലാൻ എന്നാണ് പറയുന്നത്. ഒരു ഹൈന ക്ലാനിൽ ചിലപ്പോൾ 100ഓളം ഹൈനകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ക്ലാനിലുള്ള എല്ലാ ഹൈനകളും എപ്പോഴും ഒരുമിച്ചായിരിക്കില്ല ജീവിക്കുന്നത്. പകരം അവ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞാണ് ജീവിക്കുന്നത്. വല്ലപ്പോഴും എല്ലാ ഗ്രൂപ്പുകളും എവിടെയെങ്കിലും ഒരുമിച്ച് കൂടും. ഇങ്ങനെ ഒരു ക്ലാൻ തന്നെ ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞ് ജീവിക്കുന്നതിനെ ഫ്യൂഷൻ ഫിഷൻ സൊസൈറ്റി എന്നാണ് പറയുന്നത്. ഇത്രയേറെ ഗ്രൂപ്പുകളൊക്കെ ഉള്ളതിനാൽ ഒരു ക്ലാനിന്റെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും അവ തമ്മിൽ വളരെ സങ്കീർണമായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവ പല തരത്തിലുമുള്ള ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നത്. ഈ ശബ്ദങ്ങൾക്ക് 5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാനാകും. വളരെയേറെ പരിഷ്കൃതമാണ് അവയുടെ കമ്മ്യൂണിക്കേഷൻ. അപകടം വരുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കാനും മറ്റ് ഗ്രൂപ്പുകളുടെ സഹായം തേടാനും എന്തെങ്കിലും വിവരം കൈമാറാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ശബ്ദങ്ങളിലൂടെ അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ സ്പോട്ടഡ് ഹൈനകളുടെ ഏറ്റവും പ്രശസ്തമായ ഒരു സവിശേഷതയാണ് അവയുടെ ചിരി. ഇത് യഥാർത്ഥത്തിൽ അവ ചിരിക്കുന്നതല്ല, മറിച്ച് അത് പേടിയുടെയും സന്തോഷത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ ഒരു അടയാളമാണ്. എന്തായാലും ഒരു ഹൈന ക്ലാനിൽ വളരെ സങ്കീർണമായ ഘടനകൾ ഉണ്ടായിരിക്കും. ഹൈരാർക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഹൈന ക്ലാനിന്റെ ഘടനകൾ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ക്ലാനിലുള്ള ഹൈനകളെ എല്ലാം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിട്ടുണ്ടായിരിക്കും. ഫീമെയിൽ ഹൈനകളാണ് എപ്പോഴും ഒരു ക്ലാനിന്റെ ലീഡർ. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ ഫീമെയിൽ സ്പോട്ടഡ് ഹൈനകൾക്ക് മെയിൽസിനേക്കാൾ വലിപ്പവും ശക്തിയും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ സ്വാഭാവികമായും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ഫീമെയിൽസ് തന്നെ ആയിരിക്കും ലീഡേഴ്സ് ആകുന്നത്. ക്ലാൻ എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നതും എപ്പോൾ വേട്ടയാടണമെന്ന് പറയുന്നതും അങ്ങനെ എല്ലാം തന്നെ ഫീമെയിൽസ് ആണ് തീരുമാനിക്കുന്നത്. ക്ലാനിന്റെ ഏറ്റവും മുകളിൽ ഒരു ഫീമെയിൽ ഹൈന ഉണ്ടായിരിക്കും. അവൾക്കാണ് ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളത്. അവൾക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളായിരിക്കും പിന്നെ അവൾക്ക് തൊട്ട് താഴെയുള്ള റാങ്കിൽ വരുന്നത്. ആ കുട്ടികൾ വളർന്ന് അവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ അടുത്ത റാങ്കിൽ വരും. ഇങ്ങനെ ഈ ക്രമം തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഫീമെയിൽസും കുട്ടികളും കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിരിക്കും മെയിൽ ഹൈനകളുടെ സ്ഥാനം. ഫീമെയിൽസും കുട്ടികളും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മെയിൽസിന് ആഹാരം കഴിക്കാനുള്ള അനുമതിയുള്ളൂ. പെൺ ഹൈനകൾ എപ്പോഴും അവയുടെ സ്ഥാനത്തിൽ നിന്നും ഉയരുന്നതല്ലാതെ സാധാരണഗതിയിൽ അവയുടെ റാങ്ക് ഒരിക്കലും കുറയില്ല. എന്നാൽ മെയിൽസിന്റെ കാര്യം ആകെ കഷ്ടമാണ്. മുകളിലെ റാങ്കിലാണ് ജനിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഏതാണ്ട് 3 വർഷക്കാലം മെയിൽ ഹൈനകൾക്ക് പേടിക്കാനൊന്നുമില്ല. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ മെയിൽസ് ക്ലാനിൽ നിന്നും പുറത്തു പോവുകയും മറ്റൊരു ക്ലാനിൽ ജോയിൻ ചെയ്യുകയും വേണം. പുതിയ ആളെ ക്ലാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും ഫീമെയിൽസ് ആണ്. പക്ഷെ അങ്ങനെ പുതുതായി ജോയിൻ ചെയ്യുന്ന മെയിൽ ഹൈനകൾ ആ ക്ലാനിലെ ഏറ്റവും താഴെയായിരിക്കും. ക്ലാനിൽ നേരത്തെ വന്ന മെയിൽസിനേക്കാൾ താഴെയായിരിക്കും പുതുതായി വന്ന മെയിൽ ഹൈനകൾ. അതുകൊണ്ട് തന്നെ എല്ലാ മെയിൽ ഹൈനകളുടെയും ജീവിതം വലിയ കഷ്ടത്തിലാണ്. ക്ലാനിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരായിരിക്കും പുതിയ മെയിലുകൾ. പുതിയ മെയിൽസിന് ഒരിക്കലും മീറ്റിംഗ് ചെയ്യാനുള്ള അവസരം കൊടുക്കാറില്ല. വേട്ടയാടാനും ശത്രുക്കളെ നേരിടാനുമൊക്കെ എപ്പോഴും അവരെ ഉപയോഗിക്കും. പക്ഷേ പുതിയ മെയിൽസ് ഏറ്റവും അവസാനം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതായത് ഫീമെയിൽസും കുട്ടികളും പഴയ മെയിൽസും ഒക്കെ കഴിച്ചതിന് ശേഷം. എന്നാൽ അവസാനം അതിന്റെ ഊഴമാകുമ്പോഴേക്കും മിക്കവാറും പിന്നെ ഒന്നും തന്നെ ബാക്കി ഉണ്ടായിരിക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വെറും എല്ലുകൾ മാത്രമായിരിക്കും. അങ്ങനെ എല്ലുകൾ കടിച്ച് അവയുടെ പല്ലുകളൊക്കെ പെട്ടെന്ന് തന്നെ നശിക്കും. മെയിൽസിന് എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാൽ മറ്റ് ക്ലാൻ മെമ്പേഴ്സ് ഒന്നും സാധാരണ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ഫീമെയിൽസ് ജീവിക്കുന്നതിന്റെ പകുതി കാലം മാത്രമേ പൊതുവെ മെയിൽസ് ജീവിക്കാറുള്ളൂ. ഇത് പറയുമ്പോൾ ഫീമെയിൽസിന്റെ ജീവിതം പെർഫെക്റ്റ് ആണെന്ന് കരുതരുത്. ഏറ്റവും താഴെ ആയതുകൊണ്ട് മെയിൽസിന് മറ്റ് മെയിൽസുമായിട്ട് സാധാരണ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല.
കാരണം ഫൈറ്റ് ചെയ്താലും ഒരുപാട് മുകളിലൊന്നും എത്താൻ കഴിയില്ല. എന്നാൽ ഫീമെയിൽസിന്റെ കാര്യം അങ്ങനെയല്ല. അവരുടെ റാങ്ക് താഴാതിരിക്കാൻ അല്ലെങ്കിൽ മുകളിലേക്ക് കയറാൻ അവരെപ്പോഴും നിരന്തരമായി മറ്റ് ഫീമെയിൽസുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. റാങ്ക് താഴാതിരിക്കാൻ വേണ്ടി ഫീമെയിൽസ് പലപ്പോഴും മറ്റ് ഫീമെയിൽസിന്റെ കുട്ടികളെ പോലും കൊന്നു കളയാറുണ്ട്. ഹൈന കുട്ടികൾ പോലും പലപ്പോഴും സഹോദരങ്ങളെ റാങ്കിന് വേണ്ടി കൊല്ലാറുണ്ട്. പകുതിയിൽ കൂടുതൽ ഹൈന കുട്ടികളും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കൊല്ലപ്പെടും. ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര തരം താഴ്ത്തപ്പെട്ടാലും അവരുടെ ക്ലാൻ അവർക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ക്ലാൻ ഇല്ലാതെ ഒറ്റയ്ക്ക് ഹൈനകൾക്ക് അതിജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ക്ലാനിലുള്ള പ്രശ്നങ്ങളെക്കാളും ഘോരമായ പ്രശ്നങ്ങളാണ് പുറത്ത് വനത്തിലുള്ളത്. വലിയ ഇരകളെ വേട്ടയാടാനായാലും മറ്റ് ക്ലാനിൽ നിന്നും സംരക്ഷണം കിട്ടാനായാലും സിംഹങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായാലും അങ്ങനെ എല്ലാത്തിനും ക്ലാൻ വളരെ അത്യാവശ്യമാണ്. എത്ര കുഴപ്പം പിടിച്ചതാണെങ്കിലും ഇങ്ങനെ ക്ലാൻ ആയിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് സ്പോട്ടഡ് ഹൈനകൾ വനത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നത്. ചില ക്ലാനുകൾ 1600 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണതയിലുള്ള സ്ഥലം മുഴുവൻ സ്വന്തമാക്കി അടക്കി വെച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ അവർ സിംഹങ്ങളെ പോലും പ്രവേശിപ്പിക്കില്ല. ഹൈനകളിൽ നിന്ന് മാത്രമാണ് സിംഹങ്ങൾ പതിവായി രക്ഷപ്പെട്ട് ഓടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ തിരിച്ചും. വളരെ കൗതുകകരമായ ജീവികളിൽ ഒന്നാണ് ഹൈനകൾ. പക്ഷേ മനുഷ്യരുടെ കടന്നുകയറ്റവും കാർഷിക വ്യാപനവും കൊണ്ടുള്ള ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും കാരണം എല്ലാ ഹൈന വർഗ്ഗങ്ങളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. ആകെ സ്പോട്ടഡ് ഹൈനകൾ മാത്രമാണ് കുറച്ചെങ്കിലും സേഫ് ആയിട്ടുള്ളത്. ആഫ്രിക്കൻ സവാനയുടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ജീവികളാണ് ഹൈനകൾ. അതുകൊണ്ട് തന്നെ അവയെ സംരക്ഷിക്കേണ്ടതും ആഫ്രിക്കയുടെ വളരെ വലിയൊരു ചുമതലയാണ്. പക്ഷേ ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ഹൈന പോപ്പുലേഷനിൽ ഏകദേശം 20% നമ്മുടെ ഇന്ത്യയിലാണ്. പക്ഷേ ഇല്ലീഗൽ വേട്ടക്കാർ കാരണം ഇന്ത്യയിലെ ഹൈന പോപ്പുലേഷൻ വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവയെ സംരക്ഷിക്കാനുള്ള ചുമതല നമുക്കുമുണ്ട്.